വൈകുന്നേരം ചായക്ക് ദാ ഇതുപോലൊരു സ്നാക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. മാത്രമല്ല ഇത് നമ്മൾ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക. ഇതൊന്ന് അരിയാൻ പാകത്തിലുള്ള വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മാവിലൊക്കെ നന്നായിട്ട് എയർ വരും കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. വേറെ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു മിക്സിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി, അതും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടെ തിക്കായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇത് ലൂസാകും തോറും നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് വീർത്ത് പൊങ്ങി വരും കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് കോരി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വീർത്ത് വരും. അപ്പോൾ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ. കാരണം ഇത് അരി മാവൊക്കെ ആയതുകൊണ്ട് വെന്ത് വരണ്ടേ. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. സാവധാനം ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കെടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സൗണ്ടും ഉണ്ടാവും കേട്ടോ. ഇത് ഒരു ക്രിസ്പി ആയിട്ട് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്നിയുടെ കൂടെ കഴിക്കാനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്